കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് 2023 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് സിയിൽ 17ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17 ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ABC Limited proposes to sell 1 unit XYZ which was set up in 2010 out of 10 units and is not related to company's main line of business. Total consideration for sale of XYZ unit as going concern by way of slump sale is rupees 3,50,000. The summarized financial position of XYZ unit as on 31st January 2022. Date of sale is as under. 31st January 2022 ആണ് സെയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് പർച്ചേസ് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്യുന്നത് 2010 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അവസാനം പറയുന്നുണ്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത്. അത് മനസ്സിലാക്കി വെക്കുക ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസും അസറ്റും ആണ് തന്നിട്ടുള്ളത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50,000 തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് 40,000 തന്നിട്ടുണ്ട്. റിവാലുവേഷൻ റിസർവ് 30,000. ദെൻ കറണ്ട് ലയബിലിറ്റീസ് 30,000. അസറ്റുകൾ തന്നിട്ടുള്ളത് ഫിക്സഡ് അസറ്റ് 70,000, ഡെപ്റ്റേഴ്സ് 40,000, ഇൻവെൻട്രീസ് 40,000, ടോട്ടല് 1,50,000. Then additional information as under. Fixed asset include land purchased at rupees 5,000 in May 2013 revalued at 50,000. Then for the remaining fixed asset, their written down value as per Income Tax Act 1961 is rupees 10,000. Compute the capital gain arising on sale of XYZ unit of ABC Limited. ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് ചെയ്യുന്നത് 2000, സെറ്റപ്പ് ചെയ്യുന്നത് 2010 സെയിൽ നടക്കുന്നത് എപ്പോഴാണ് 2022 ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കാൽക്കുലേഷൻ നടത്തേണ്ടത്. ഓക്കെ, LTCG ആണ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ബാലൻസ് ഷീറ്റ് തന്നുകൊണ്ട് നിങ്ങളോട് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഫസ്റ്റ്ലി ചെയ്യേണ്ടത് ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്നൊരു ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യലാണ്. ഓക്കെ, നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നൊക്കെ ഇതിന് പറയും. ഇവിടെ നെറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ലോൺ ഇല്ലെങ്കിൽ ഇക്വേഷൻ വരുന്നത് എന്താണ്? ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റലാണ് നെറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ ലോങ് ടേം ലോണ് തന്നിട്ടില്ലെങ്കിലാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. അതായത് ഇക്വേഷൻ നെറ്റ് വർത്തിൻ്റെ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഫിക്സ്ഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് നെറ്റ് വർത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേഷൻ നടത്തുന്നു. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ആദ്യം നെറ്റ് വർത്ത് കാൽക്കുലേഷൻ നടത്തുന്നു. അപ്പോൾ നെറ്റ് വർത്ത് കാൽക്കുലേഷൻ നടത്താൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫിക്സ്ഡ് അസറ്റിനെ കൊടുത്തു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിക്സ്ഡ് അസറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ, ഫിക്സ്ഡ് അസറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഫിക്സ്ഡ് അസറ്റ് 70,000 ആണ് തന്നത്. പക്ഷെങ്കിൽ അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഫിക്സ്ഡ് അസറ്റ് റിമൈനിങ് ഫിക്സ്ഡ് അസറ്റ് ദർ റിട്ടേൺ ഡൗൺ വാല്യൂ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 10,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് അസറ്റ് അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? 10,000 കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ലാൻഡ് അറ്റ് കോസ്റ്റ് ആണ്. ലാൻഡ് അറ്റ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഫിക്സ്ഡ് അസറ്റ് ഇൻക്ലൂഡ് ലാൻഡ് പർച്ചേസ്ഡ് rupees 5,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലാൻഡിൻ്റെ വാല്യൂ നമ്മൾ കാണിക്കുന്നു. ഓക്കെ, അതായത് ലാൻഡിൻ്റെ വാല്യൂ എത്ര വരും? 5,000 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ആ 5,000 കാണിക്കുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കറണ്ട് അസറ്റുകൾ കാണിക്കുന്നു. 40,000 ഡെപ്റ്റേഴ്സ്, ഇൻവെൻട്രീസ് 40,000. ഇതിനെ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 95,000 എന്ന് കിട്ടും.
ഇതിൽ നമ്മൾ കറണ്ട് ലാബിലിറ്റി മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറണ്ട് ലാബിലിറ്റി ഇവിടെ തന്നത് എത്രയാണ്? 30,000 ആണ്. അപ്പോൾ നമുക്ക് നെറ്റ് വർത്തിൻ്റെ വാല്യൂ കിട്ടും. നെറ്റ് വർത്തിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 65,000 എന്ന് നെറ്റ് വർത്തിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലാബിലിറ്റി കുറച്ചാൽ കിട്ടുന്നതാണ്. നെറ്റ് വർത്തിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ക്യാപിറ്റൽ ഗെയിന് കാണാൻ, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കാണാൻ സെയിൽസ് കൺസിഡറേഷൻ കൊടുക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ സെയിൽസ് കൺസിഡറേഷൻ 3,50,000 ആണ് സെയിൽസ് കൺസിഡറേഷൻ തന്നിട്ടുള്ളത്. നെറ്റ് വർത്ത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എത്രയാണ്? 65,000 ആണ്. ഈ 65,000നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ വാല്യൂ കിട്ടും. അതായത് 2,85,000 എന്ന് വാല്യൂ കിട്ടും. ക്വസ്റ്റ്യനിൽ പറയുന്നത് ക്യാപിറ്റൽ ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ 2,85,000 ആണ് എന്ത് വരുന്നത്? ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.